+1 +2 MS സൊല്യൂഷൻസിൻ്റെ ഷുവർ എ പ്ലസ് ബുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. അവർക്കുള്ളതാണ് ഈ വീഡിയോ. എൻ്റെ മുമ്പിൽ സയൻസിൻ്റെ 3 മോഡ്യൂൾ ബുക്കുമുണ്ട്. +1 ആണെങ്കിലും +2 ആണെങ്കിലും മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3 എന്നിങ്ങനെയാണ് നമ്മൾ വർഗീകരിച്ചിരിക്കുന്നത്. മോഡ്യൂൾ 1-ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇത് ബയോസയൻസിൻ്റെ ബുക്കായതുകൊണ്ട് ബയോളജിയാണ് കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും. ടെക്നിക്കൽ സ്റ്റുഡൻസിന് ബയോളജിയും വേണ്ടി വരും, അതോടൊപ്പം തന്നെ CS വേണ്ടി വരുമെങ്കിൽ ബയോസയൻസ് അവർക്ക് നൽകുകയും കമ്പ്യൂട്ടർ സയൻസ് PDF ആയിട്ട് അവരുടെ ഫോണിലേക്ക് എത്തിച്ച് നൽകുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്ററിൽ പോകുന്ന സമയത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 സബ്ജക്റ്റുകൾ അടങ്ങിയ ഈ മോഡ്യൂൾ 1 നിങ്ങൾക്ക് ആരംഭത്തിൽ കൊണ്ടുപോകാം. നോക്കിക്കേ, ഇതിൽ ഫിസിക്സിൻ്റെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സും കെമിസ്ട്രിയുടെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്, മാത്തമാറ്റിക്സ് 4 ചാപ്റ്റേഴ്സ്, ബയോളജിയുടെ 4 ചാപ്റ്റേഴ്സ് എന്നിങ്ങനെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് പലരും എന്ത് ചെയ്യാറില്ല, സ്കൂളിലേക്കും ട്യൂഷനിലേക്കും കൊണ്ടുപോകാറില്ല. ഗൈഡുകളാണ് പൊതുവെ കൊണ്ടുപോകാറ്, അല്ലെങ്കിൽ പ്രിൻറ്റഡ് നോട്ട്സ്, അതുമല്ലെങ്കിൽ നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എഴുതുന്ന നോട്ട്സ് ആയിരിക്കും നിങ്ങൾ കൊണ്ടുപോകാറുള്ളത്. അവിടെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ നിങ്ങളെ ഈ ഷുവർ എ പ്ലസ് ബുക്ക് ഉണ്ടായിരിക്കും. എങ്ങനെയെന്നല്ലേ നോക്കിക്കേ, കെമിസ്ട്രിയിൽ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. 67-ാമത്തെ പേജിലുള്ള ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ, ഇതാണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഒരാൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ആ അധ്യാപകൻ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. എൻ്റെ ലെക്ചർ നോട്ടും എൻ്റെ കയ്യിലുണ്ട്, അതോടൊപ്പം തന്നെ ഹൈലൈറ്ററും എൻ്റെ കയ്യിലുണ്ട്. ആ അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും, നമ്മുടെ ഗാൽവാനിക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പുസ്തകത്തിലുള്ളതിലേക്ക് നോക്കാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അദ്ദേഹം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കാര്യം അത് വീട്ടിൽ പോയി പഠിക്കാമല്ലോ. ആ രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പുസ്തകത്തെ ഉപയോഗിക്കാം. കാര്യം ക്ലാസ് എടുക്കുന്ന സമയത്ത് ലൈവായിട്ട് നിങ്ങളുടെ കൈകളിൽ ഈ ബുക്ക് ഉണ്ടെങ്കിൽ അത് കൂടുതൽ നിങ്ങളുടെ പഠനത്തെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ബുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സാറ് യൂണിറ്റ് ടെസ്റ്റ് പറയുകയാണ്, ഈ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് എക്സാം വരുന്നുണ്ട്, അല്ലെങ്കിൽ ചാപ്റ്റർ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ അധിക സമയം ഇരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഈ ഒരു വളരെ കൃത്യമായ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ഈ നോട്ട്സിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് നോക്കിക്കേ, ഈ ഒരു പേജും ഈ 2ാമത്തെ പേജും അത് കഴിഞ്ഞ് 3ാമത്തെ പേജും, ഇങ്ങനെ 3 പേജ് മാത്രമേ എന്തുള്ളൂ, നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ തിയറി ഉള്ളൂ. സ്വാഭാവികമായിട്ടും തിയറി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സംശയം, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ടോ എന്നാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുക. സോ നിങ്ങളുടെ നേരെ സീനിയേഴ്സ് ആയിട്ടുള്ള +2കാർ, ഇപ്പോൾ നിങ്ങളിപ്പോൾ +1-ലാണെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള +2കാർ, അതോടൊപ്പം തന്നെ നിങ്ങൾ +2-ലാണെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയുടെ ചോദ്യങ്ങളടക്കം ഈ ബുക്കിൽ പ്രാക്ടീസ് സെക്ഷനിൽ അവൈലബിൾ ആണ്. ഇതിൽ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എവിടം വരെ ഉണ്ടെന്നറിയോ, 15 വർഷത്തോളം വരുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്നത് മാർച്ച് 2011, ഇന്ന് 2025 വർഷത്തിലാണ്. സോ 15 വർഷത്തോളം വരുന്ന പ്രാക്ടീസ് ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 44-ാമത്തെ ക്വസ്റ്റ്യന് A ഉണ്ട്, B ഉണ്ട്. A 3 മാർക്കാണ്, B 1 മാർക്കാണ്. അങ്ങനെ 4 മാർക്കിൻ്റെ ഒരു ചോദ്യം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ സ്വയം എഴുതി നോക്കുക. അത് ശരിയാണോ അല്ലേ എന്നറിയാൻ വേണ്ടി ഇതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് PDF ആയിട്ട് ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യും, അക്കാഡമിക് കൗൺസിലേഴ്സ്, നിങ്ങൾ വാങ്ങുന്ന ആൾ അത് അയച്ച് തന്നിരിക്കും. വാങ്ങിയിരിക്കുന്ന ആളിൽ നിന്ന് അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. സോ ആൻസർ കീ എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ആക്കിയത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്തെന്നാൽ നിങ്ങളിപ്പോൾ ഈ 44-ാമത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ അതിൻ്റെ ആൻസർ കൊടുക്കുകയാണെങ്കിൽ, ഇനി അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവണത കുറയുകയാണ് ചെയ്യുക. ആദ്യ വർഷങ്ങളിലൊക്കെ ഞാൻ അവിടെ കൊടുത്തിരുന്നു. പിന്നീട് കുട്ടികൾക്ക് ചോദ്യം നോക്കി അവർ ആലോചിക്കുന്നത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ ആൻസർ കീയിലേക്ക് നോക്കാറുണ്ട്. അപ്പോൾ ആലോചനയേക്കാൾ പ്രാധാന്യം പ്രാക്ടീസ് ചെയ്യലാണ്. പ്രാക്ടീസിന് മാത്രമാണ് MS സൊല്യൂഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി ചിന്തിക്കുകയാണ്,
എൻട്രൻസ് ഈ ചാപ്റ്ററിന് എങ്ങനെയായിരിക്കും എൻട്രൻസ് ക്വസ്റ്റ്യൻസ് വരിക, ഒരു സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ എന്ന് ചിന്തിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരല്പം എൻട്രൻസ് ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആകെ ഒരു 20 ചോദ്യങ്ങൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ആ 20 ചോദ്യങ്ങളുടെയും ആൻസർ കീ അതിൽ അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞ് ചാപ്റ്റർ 3 കെമിക്കൽ കൈനറ്റിക്സ്. ഇങ്ങനെ ഓരോ ചാപ്റ്ററും വളരെ ചുരുക്കിയാണ് അതിൻ്റെ തിയറിയും അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ തന്നെയാണ്. സോ ഈ ബുക്ക് നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടും നല്ല സിംപ്ലിഫൈഡ് നോട്ട്സിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് മറ്റ് സൈറ്റുകളിലേക്കോ മറ്റ് ക്ലാസ്സുകളിലേക്കോ ഒന്നും പോകേണ്ടതില്ല. സമയം വേസ്റ്റും അല്ല. മാത്രമല്ല ഈ ബുക്കിന് ഈ ഒരൊറ്റ ബുക്ക് മതി ഓണപ്പരീക്ഷ വരെ നിങ്ങൾ കൊണ്ടുപോകാൻ. ഓണപ്പരീക്ഷയ്ക്ക് വരുന്ന മാക്സിമം പോർഷൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിസിക്സിൻ്റെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ്, കെമിസ്ട്രി 3 ചാപ്റ്റർ, മാത്തമാറ്റിക്സിൻ്റെ 4 ചാപ്റ്റർ, ബയോളജിയുടെ 4 ചാപ്റ്റർ, ഇങ്ങനെ ഈ 4 സബ്ജക്റ്റ് ഈ ഒരൊറ്റ ബുക്കിൽ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ മോഡ്യൂൾ 2 ഉണ്ട്, മോഡ്യൂൾ 3 ഉണ്ട്. ഈ 3 മോഡ്യൂൾ ബുക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായ സമയത്ത് ഉപയോഗിക്കാം. ഈ ചാപ്റ്റേഴ്സ് സ്കൂളുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോഡ്യൂൾ 2 യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അതോടൊപ്പം പല കുട്ടികളും ഒരു ടെൻഷൻ പറയാനുള്ളതെന്ന് പറയും, ഒരു സങ്കടം പറയാറുള്ളത്, ട്യൂഷൻ സെൻറ്ററിലൊക്കെ 2 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ടീച്ചർ എടുക്കുന്നത് ഒരു ചാപ്റ്റർ ആണെങ്കിൽ രണ്ടാമത്തെ ടീച്ചർ അല്പം താഴെയുള്ള, ഫോർ എക്സാമ്പിൾ ക്രിസ്മസ് എക്സാമിനേക്കുള്ള ചാപ്റ്ററൊക്കെ ആയിരിക്കും രണ്ടാമത്തെ ടീച്ചർ വന്നെടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം ഒരുപോലെ കൊണ്ടുപോകാം സ്കൂളിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ സാറ് വരുമ്പോൾ മോഡ്യൂൾ 1 എടുക്കുക, മറ്റേ സാറ് വരുമ്പോൾ മോഡ്യൂൾ 2 എടുക്കുക. അപ്പോൾ ഈ ഒരു 2 പുസ്തകം കൊണ്ട്, അതോടൊപ്പം 3 പുസ്തകം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കംപ്ലീറ്റ് 4 സയൻസ് സബ്ജക്റ്റുകളെയും ഒരു കയ്യിലൊതുക്കാൻ സാധിക്കും. ആകെ 100ഓളം പേജുകൾ മാത്രമേ ഒരു ബുക്കിൽ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ഇത് ചെറിയൊരു നിങ്ങളുടെ ഏറ്റവും വലിയ സിലബസിനെ ഒരു 3 മോഡ്യൂൾ ബുക്കിലേക്ക് ചുരുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രവണത കൂടുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇങ്ങനെയാണ് ബുക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലറോട് നിങ്ങൾക്ക് ചോദിക്കുക കേട്ടോ. ഓക്കെ. ഇനി ഈ ബുക്ക് ഇതുവരെ വാങ്ങാത്ത കുട്ടികളാണെങ്കിൽ വെറും 1450 രൂപ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. 1650 രൂപയുടെ പുസ്തകമാണ്, 1450 രൂപയാണ് നിലവിൽ ഓഫർ പ്രൈസ്. നിങ്ങൾക്ക് താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വളരെ പെട്ടെന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. ഇനി നിങ്ങൾ ബാച്ചിലേക്ക് ചേരുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് 1350 രൂപയാണ് ഉണ്ടാവുക. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളെ A+ എത്തിക്കാനുള്ള പുസ്തകമായിരിക്കും MS സൊല്യൂഷൻസിൻ്റെ മോഡ്യൂൾ ഷുവർ A+ ബുക്ക്. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.